ഹായ് ഹലോ ഒരുപാട് അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറയുന്നത് ഒരു കുട്ടി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. പെരുന്നാളൊക്കെ വരികയല്ല, അപ്പോൾ ഒരു ഈദ് പ്രിപ്പറേഷൻസ് എന്ന് വേണേൽ പറയാം. അല്ലെങ്കിൽ വലിയ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊന്നും ആക്ച്വലി ഇല്ല, എങ്കിലും നമ്മൾ ജസ്റ്റ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ടും അതുപോലെ ഡ്രസ്സിൻ്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാക്കാനായിട്ടും ഇറങ്ങാൻ പോവാണ്. അപ്പോൾ കരുതി ഒരു വ്ളോഗ് ആക്കാമെന്ന്. പിന്നെന്താ, ഇപ്പോൾ ഏകദേശം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട് വൈകുന്നേരം. ഉച്ചയൊക്കെ ആകുമ്പോൾ ഇറങ്ങാന്ന് വെച്ചാൽ അത്യാവശ്യം വെയിലും അല്ലെങ്കിൽ മഴയും ഇങ്ങനെയൊക്കെ ആകും. രാത്രി ആകുമ്പോൾ നമുക്ക് വലിയ ക്ഷീണമൊന്നും കാണത്തില്ല. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് ഇറങ്ങാൻ പോവാണ്. പിന്നൊന്നുമില്ല. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ഞാൻ ഉമ്മച്ചി മാത്രമേ ഉള്ളൂ, സ്കൂട്ടറിലാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വിശേഷങ്ങളൊക്കെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഉമ്മച്ചി ഇവിടെ കഥകൊക്കെ കടച്ചേ. അപ്പോൾ ഇവിടെ കഥകൊക്കെ അടച്ച് ഇറങ്ങാൻ പോവാണ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അല്ല അപ്പോൾ ഉമ്മച്ചി വന്നേ, ഞങ്ങൾ എൻ്റെ ഔട്ട്ഫിറ്റ് ചെക്ക് ചെയ്യാം. കം അതെ, എപ്പോഴും കാണും സ്ഥിരം അത്യാവശ്യം ഉമ്മച്ചിയുടെ എൻ്റെ കൂട്ട് കംഫേർട്ട് ആയിട്ടുള്ള ഡ്രസ്സുകൾ കുറച്ചുണ്ട്. അതൊക്കെ ഉമ്മച്ചി ടൗണിൽ ഇടത്തോളൂ. അപ്പോൾ നമുക്ക് പോവാം. നമുക്കപ്പോൾ ഇന്ന് പ്രിപ്പയർഡ് ആയിട്ടാട്ടോ. നമ്മൾ സാധാരണ ടൗണിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ മറക്കാറുണ്ട്. അങ്ങനെ പാടില്ല കേട്ടോ ഇന്നുമ്മ. ഓക്കെ. അപ്പോൾ ഇത് എൻ്റെ ഈ ഒരു 500K സെലിബ്രേറ്റ് ചെയ്യാൻ നേരം ഇട്ട ഈ ഒരു ഡ്രസ്സും എൻ്റെ യൂണിഫോമിൻ്റെ കോട്ടും എല്ലാം എടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം. മീൻസ് എനിക്ക് ഈ ഒരു ഡ്രസ്സ് നല്ല ചേരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇതുപോലെ ഒരെണ്ണവും കൂടി സ്റ്റിച്ച് ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ പെരുന്നാളിന് ഇടാൻ ഉദ്ദേശിക്കുന്നത്. കറക്റ്റ് മെറ്റീരിയൽ കിട്ടിയാൽ രക്ഷപ്പെട്ടു. അപ്പോൾ നമ്മൾ ഹെൽമെറ്റൊക്കെ ഇട്ടിട്ട് ഇറങ്ങാൻ പോവാണ്. ഇറങ്ങിക്കോ. ചെരുപ്പൊക്കെ എന്തി. ടൗണിൽ ഇറങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് തിരക്കുണ്ടായിരുന്നു. ഈ വലിയ പെരുന്നാളും അതുപോലെ തന്നെ സ്കൂൾ ഓപ്പണിങ്ങും ഒക്കെ ആയല്ലോ. അപ്പോൾ അതിൻ്റെ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു വൈകുന്നേരമൊക്കെ ആയപ്പോൾ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഡ്രസ്സ് മെറ്റീരിയൽ നോക്കാൻ വേണ്ടി അങ്ങോട്ട് കയറി. എന്തായാലും അതിന് നല്ല രീതിക്ക് സമയം പോകുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഫസ്റ്റ് അത് തന്നെ ചെയ്യാമെന്ന് കരുതി. എനിക്ക് ഈ കളർ ഇല്ല, ഡ്രസ്സ് ബ്ലൂവും തൽക്കാലം ഇല്ല. ഇതുണ്ട്, ഗ്രീൻ ഉണ്ട്, ബ്ലൂ. പക്ഷേ ഈ ഒണിയൻ പിങ്ക് എനിക്ക് ആവശ്യമുണ്ട്. ചോദിക്കാം. കിട്ടിയോ? ഒരു മോഡലുണ്ട്, അത് ഞാൻ കാണിക്കാം. ഇത് സൂപ്പർ, നല്ല രസമുണ്ട്. എനിക്ക് ചേർത്തില്ലേ? ചേരും. ആവശ്യത്തിന് നോക്കിയാ അല്ലെങ്കിലും കൊള്ളാം, ചേരുന്നുണ്ടല്ലേ? ഇതിങ്ങനെ ഫുൾ ഫ്ലെയറോടെ തയ്ക്കാനോ? നോക്കി നല്ല ഡ്രസ്സ് ഇല്ലേ? എനിക്ക് ഇതിങ്ങനത്തെ വേണം. ഒറ്റ ഡ്രസ്സ് എടുക്കാൻ വന്ന ഞാൻ 2 മെറ്റീരിയലാക്കി. സത്യം പറയും, ബ്ലൂ ഉമ്മച്ചി എടുക്കായിരുന്നല്ലേ? അത് ഞാൻ വേണ്ട അത്രയ്ക്ക് ട്വിന്നിങ് വേണ്ട. അത് ഭയങ്കര കമ്പാരിസൺ ആവുവേ അല്ലേ അമ്മ? ഓൾറെഡി എടുക്കുന്നോ? മെയിൻ ടാസ്ക് എടുക്കുന്ന ഡ്രസ്സിന് പറ്റിയ ഷോള്. പിങ്കിലും കൂടെ എടുക്കണേ. ജോർജ് പറ്റിയിരുന്ന മതി. ഇതൊക്കെ അല്ലേ കറക്റ്റ് ആണ്, കുഴപ്പമില്ല. പക്ഷെ ഞാൻ സിമ്പിൾ ആയി പോയോ? ഇതിന്റെ തന്നെ എടുക്കായിരുന്നു. 6 മണിക്ക് വന്ന ഞങ്ങളാ. ഇപ്പൊ സമയം എത്രയായി? 7 മണി. 1 മണിക്കൂർ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ സമയം പോയി. അതൊരു സമയമല്ല. വിശക്കുന്നല്ലോ എനിക്ക്, നല്ല വിശക്കുന്നല്ലോ. ഡ്രസ്സ് കൊള്ളാം ഇപ്പോഴാ, പക്ഷെ ഇതിങ്ങനെ ഇട്ടപ്പോഴാ ഓണമൊക്കെ ആവാറായി. സമയം അങ്ങ് പോവോ? എവിടെ ഈ ദിവസങ്ങളൊക്കെ പോന്നേ? ഇത് കൊള്ളാം. ഇത് ആരാ? അങ്ങനെ നീണ്ട ഒരു 1.5 മണിക്കൂർ ഷോപ്പിങ്ങിന് ശേഷം നമ്മളിത് ചോക്ലേറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഒരു എൻഗേജ്മെൻറ്റ് ഹാമ്പറിൻ്റെ ഓർഡർ വന്നിട്ടുണ്ട്. അത് ഉമ്മച്ചിക്കാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് എത്ര വേണം ചോക്ലേറ്റ്സ് എന്നുള്ള കണക്കൊന്നും അറിയത്തില്ല. ഉമ്മച്ചി അതുകൊണ്ട് തന്നെ കയ്യും കണക്കും ഇല്ലാതെ വാരി ഇടുന്നുണ്ട്. ഇങ്ങനെ വിശക്കുന്നുണ്ടേ എന്നുള്ളൊരു നിലവിളി കുറേ ആയതുകൊണ്ട് തന്നെ നേരെ ഇനി ഫുഡ് കഴിച്ചിട്ട് ഇനി അടുത്ത ഒരു സ്ഥലത്തേക്ക് പോകാമെന്ന് കരുതി. ഇതുവരെ നമ്മൾ ഡ്രസ്സിൻ്റെ ഷോപ്പിംഗ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോഴത്തേക്കും ഞാൻ ടയർഡായി, എനിക്ക് നല്ലപോലെ വിശന്നു. എങ്കിൽ പിന്നെ വയറിനെ സമാധാനപ്പെടുത്തിയിട്ട് നമുക്കിനി അടുത്ത പരിപാടീസിലോട്ട് കടക്കാമെന്ന് കരുതി. അങ്ങനെ മിറർ കണ്ടപ്പോഴത്തേക്കും, മിറർ കണ്ടാൽ പിന്നെ ഒരു വീഡിയോ അല്ലെങ്കിൽ സെൽഫിയൊക്കെ, മീൻസ് മിറർ സെൽഫിയൊക്കെ എടുക്കണമല്ലോ. അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഓർഡർ ചെയ്യാൻ പോവാണ്. ഫ്രൈഡ് റൈസ് വേണോ?
മന്തി വേണം. മന്തി മന്തി ചേട്ടാ മന്തി വരും. ഓർഡർ മതിയോ? ഉമ്മച്ചിയായിട്ട് അങ്ങനെ കുറച്ച് നേരത്തെ ഡിസ്കഷന് ശേഷം എന്താ കഴിക്കേണ്ടതെന്നൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇരിക്കുന്നതിൻ്റെ ബാക്കിലായിട്ട് ഫിലിം ആക്ടേഴ്സിൻ്റെ ഒക്കെ ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ വീണ്ടും അവരെങ്ങനെയാണോ ആ ഫോട്ടോയിൽ അതുപോലെ ചെയ്ത് കാണിക്കുകയാണ്. അല്ലേ അമിതാ ബൈസ് മോനിഷ ഓ ഇതാണ് മോനിഷ ആക്ച്വലി സിമ്പിൾ മോനിഷ മനസ്സില്ല മോനിഷയാണോ അത് ആ ശരി ഇനി ദിയ 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 അങ്ങനെ കുറച്ച് നേരത്തെ ബഹളത്തിനൊക്കെ ശേഷം നമുക്ക് ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ടറായിട്ട് ഞാൻ ഈ ഒരു ചിക്കൻ ലോലിപോപ്പ് ആട്ടോ പറഞ്ഞിട്ടുള്ളത്. സ്റ്റാർട്ടറായിട്ട് ഒന്നെങ്കിൽ സൂപ്പ് അല്ലെങ്കിൽ ഈ ചിക്കൻ ലോലിപോപ്പ് എൻ്റെ ഫേവറേറ്റ് ആണ്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് മന്തി എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ മന്തിയുടെ കാര്യത്തിൽ എനിക്ക് പണിവാളി. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് എന്താ പറയുക, ഞാൻ സാധാരണ മന്തി കഴിക്കുക എന്ന് പറയുമ്പോൾ ഫുൾ അത്യാവശ്യം കഴിക്കാറുണ്ട് മയോണൈസൊക്കെ കൂട്ടി. പക്ഷേ പേഴ്സണലി എനിക്ക് അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു വിഷമത്തിലിരിക്കുകയാണ്. പക്ഷേ ആ ഒരു ചിക്കൻ ലോലിപോപ്പ് സെറ്റായിരുന്നു. അപ്പോൾ എന്തായാലും അവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ പാർലറിലേക്ക് പോയി. ഉമ്മച്ചിയുടെയും എൻ്റെയും പെരുഗ് ഒന്ന് ത്രെഡ് ചെയ്യണമായിരുന്നു, കുറേ നാളായി. അപ്പോൾ ത്രെഡ് ചെയ്യാമെന്ന് കരുതി. തിക്നെസ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുക, തിന്നാക്കണ്ട. എപ്പോഴത്തെയും പോലെ തന്നെ ഞാൻ ആ ഒരു ഐബ്രോസിൻ്റെ തിക്നെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. കാരണം എനിക്ക് ഐബ്രോസ് തീരെയും കളറും അതുപോലെ തന്നെ തിന്നായിട്ടുണ്ടായിരുന്നതായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് കുറച്ചുകൂടിയൊക്കെ ഒന്ന് തിക്കായിട്ട് വളരാൻ തുടങ്ങിയത്. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് പോകുന്നത് അടുത്ത് നമുക്ക് കുറച്ച് ഗ്രോസറി ഷോപ്പിങ്ങും അതുപോലെ തന്നെ കൈമാ റൈസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. ഉമ്മച്ചി മെയിനായിട്ട് അതിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്, കൈമാ റൈസ് വാങ്ങിക്കാനായിട്ട്. വലിയ പെരുന്നാളിന് ബിരിയാണി വെക്കണ്ടേ, അപ്പോൾ ഈ ഒരു റൈസ് മസ്റ്റായിട്ട് വേണം. അപ്പോൾ ഞാനൊരു സൈഡിലോട്ട് പോയി, ഉമ്മച്ചി ഒരു സൈഡിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ രണ്ട് വഴിക്കായി. എന്തിനാ വന്നേന്ന് മറന്ന് അവിടെ വരെ പോയിട്ട് വരുമ്പോ ഓർക്കും. ഓർത്തോർത്ത് എനിക്ക് പിന്നെ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ മറന്നിട്ടായിരിക്കും വരുന്നത്. പക്ഷെ ഞാൻ അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും ഓർത്ത് എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു അവക്കാഡോ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, ഉമ്മച്ചിക്കാണെങ്കിൽ ഒത്തിരി ഇഷ്ടവുമാണ്. അപ്പോൾ ഇതെന്തിനാണ് വാങ്ങിയെന്നും പറഞ്ഞ് ഞാൻ അവിടെ നിൽക്കുകയാണ്. പിന്നെ എനിക്ക് വേണ്ടി കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി. അതിനുശേഷം പെട്ടെന്ന് തന്നെ നമ്മളുടെ പർച്ചേസിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഷോപ്പ് ക്ലോസ് ചെയ്യാനുള്ള ടൈം ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടി സ്പീഡപ്പായിട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ബില്ലൊക്കെ അടിച്ച് നമ്മൾ ഇനി നെക്സ്റ്റ് വേറെ വലിയ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. എനിക്ക് കുറച്ച് മെഹന്തിയും അങ്ങനത്തെ കുറച്ച് ആക്സറീസൊക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നെ അങ്ങ് ടയേർഡായി. ആ ഒരു ഡ്രസ്സൊക്കെ വാങ്ങിച്ചപ്പോഴത്തേക്കും തന്നെ ഞാൻ ടയേർഡായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു നാരങ്ങ വെള്ളവും കൂടി കുടിച്ചിട്ട് ആ എടുത്ത ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ പോകാമെന്ന് കരുതി. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ എപ്പോഴും ഒരു സോഡ ലൈം, അത് സ്ഥിരമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കോളേജ് വിട്ട് വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ലൈം ജ്യൂസിങ് നാരങ്ങ വെള്ളം കുടിച്ചിട്ട് നമ്മൾ വീട്ടിൽ പോകാറുണ്ട്. അപ്പോൾ പോകുന്നതിന് മുന്നേ ആയിട്ട് അത് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്ന ചേച്ചിയെടുത്ത് എങ്ങനെ വേണം എൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് വീട്ടിലേക്ക് പോയത്. അപ്പോൾ ഏറെക്കുറെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ എന്തായാലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, നമ്മളുടെ ഷോപ്പിംഗ് ഒക്കെ ഏകദേശം അല്ല, പെരുന്നാൾ ഷോപ്പിംഗ് എന്ന് പറയുന്ന രീതിയിൽ പ്രോപ്പറായിട്ട് എല്ലാം കഴിഞ്ഞില്ല. എങ്കിലും എല്ലാം നമ്മൾ അത്യാവശ്യം ഒതുക്കി. പിരികൊക്കെ ത്രെഡ് ചെയ്തു, ഡ്രസ്സിൻ്റെ മെറ്റീരിയലൊക്കെ എടുത്തു, അത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു, ഫുഡ് കഴിച്ചു. പിന്നെ കുറച്ച് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എല്ലാം കട ക്ലോസ് ആവുന്ന സമയത്താണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏറെക്കുറെ നമുക്ക് വേണ്ട ആ കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനിയിപ്പം എനിക്കൊരു എൻഗേജ്മെൻ്റ് ആണോ മാ? ഒരു എൻഗേജ്മെൻറ്റ് ഹാമ്പർ ചെയ്യാനുണ്ട്. അത് ഞാൻ കാണിക്കുന്നില്ല, അത് പട്ടിപ്പണിയായിരിക്കും. ഞാൻ ഇവിടെ കിടന്നും എഴഞ്ഞും ഒക്കെ ആയിരിക്കും ചെയ്യുന്നത്, അത് കാണിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ബോർഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിനി ചെയ്തിട്ടൊക്കെ കിടന്നുറങ്ങത്തുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു ഇന്നത്തെ ഒരു വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇനി ഇതുപോലത്തെ കുട്ടി വ്ളോഗൊക്കെ ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് വേണമെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.